നമ്മുടെ ഇവിടുന്ന് ഇപ്പോൾ ഒരു 200ഓളം ആളുകൾ രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും 2 സൈഡിലും കൂടി ഒരു ടൈമിൽ ഒരു 400ഓളം ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു ബഹുഭൂരിപക്ഷം വരുന്ന ഈ പുതുതലമുറയിലെ കുട്ടികൾ ആകപ്പാടെ എടുക്കുന്നത് ഓൺലൈൻ ടിക്കറ്റുകളാണ്. ആ ടിക്കറ്റുകൾ ഈ സ്റ്റേഷൻ്റെ കണക്കിൽ വരുന്നില്ല. അതെ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൽവേ ഈ ലാഭത്തിന് വേണ്ടി മാത്രം അധിഷ്ഠിതമാക്കി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമല്ല. അത് പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി കൂടി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് ഈ ഒറിജിനേറ്റിംഗ് സ്റ്റേഷൻ എന്നുള്ള നിലയിൽ ഇവിടുന്ന് ഓൺലൈൻ ടിക്കറ്റ് എടുത്താലും അത് ഇവിടുത്തെ വരുമാനമായിട്ട് കണക്കിലാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഓൺലൈൻ ഒരു ലാഭത്തിൽ പോകും. അങ്ങനെ എടുക്കണം. അപ്പോഴേ അങ്ങനെ എടുക്കേണ്ടതാണല്ലോ. ഈ ഓൺലൈൻ എടുക്കാനുള്ള സൗകര്യം ഉള്ളത് കൊണ്ടാണ് പലരും അങ്ങനെ എടുത്തു പോകുന്നത്. വണ്ടി വരുന്ന ആ സമയത്ത് മാത്രമായിട്ട് ആൾക്കാർ വന്ന് കയറി പോകും. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. നിരവധി വണ്ടികൾ പണ്ട് നിർത്തിയിരുന്ന സമയത്ത് ഇപ്പോൾ ആപ്പാട് നിർത്തുന്ന വണ്ടികൾ വളരെ കുറച്ചാണ്. അപ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിരാവിലെ ഇപ്പോൾ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7:11 ആകുമ്പോഴത്തേക്ക് വണ്ടി പുറപ്പെടും. ഈ കുടുംബിനികളായിട്ടുള്ള സ്ത്രീകളും അതുപോലെയുള്ള ആളുകളൊക്കെ അവർക്ക് ഈ അതിരാവിലെ പുറപ്പെടുമ്പോൾ ഒരുപാട് സമയം നഷ്ടമാണ്. എല്ലാവർക്കും അതെ, ധാരാളം സമയം നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ പലരും ബസ് തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. വണ്ടി കുറച്ചുകൂടെ സമയം അറേഞ്ച് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ നിരവധി ആൾക്കാർ വേറെ ഉണ്ടാവും. ആ ഒരു പ്രശ്നമാണ് മുഖ്യ പ്രശ്നം. വൈകുന്നേരം അതുപോലെ തന്നെ ഒരുപാട് വൈകി വണ്ടി വരുന്നു. അപ്പോഴേക്കും തീർച്ചയായിട്ടും കുടുംബിനികൾ ഉൾപ്പെടെ അവർക്കാണ് പ്രധാന പ്രശ്നം. അവർക്ക് വളരെ വൈകി എത്താൻ പറ്റുള്ളൂ. ഇതാണ് മുഖ്യമായിട്ടുള്ള പ്രശ്നം. അങ്ങനെയാണ് പലപ്പോൾ മുമ്പ് ഇവിടെ 10-500ഓളം ആൾക്കാർ രാവിലെ തന്നെ യാത്ര ചെയ്യാനുണ്ടായിരുന്നു. അതിൽ കൊറോണ കാലത്ത് നിർത്തിയതിന് ശേഷം വണ്ടികൾ നിർത്താവുന്നതോടുകൂടിയാണ് ഈ കുറവ് വന്നിട്ടുള്ളത്. അത് പഴയ പോലെ തന്നെ വണ്ടികൾ ആ സമയക്രമത്തിനനുസരിച്ച് തുടർന്ന് പോവുകയാണെങ്കിൽ മറ്റു വണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കാവുന്ന വണ്ടികൾക്കെല്ലാം സ്റ്റോപ്പ് അനുവദിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ധാരാളം യാത്രക്കാരുണ്ടാവുന്ന കാര്യത്തിന് ഒരു സംശയമില്ല.